മക്കളെല്ലാരും പാല് കുടിച്ചോ? ഇനി എന്താ വേണ്ടത്? ഒരു കഥ പറയണം. വേണ്ട, പാട്ട് പാടിയാൽ കവിത മോള് പറയൂ, എന്താ വേണ്ടത്? പാട്ട്. ശരി, മുത്തശ്ശൻ പാടിയാ നിങ്ങൾ ഏറ്റുപാടുവോ? പ്രാവേ പ്രാവേ പോകരുതേ പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം. എന്താ ടീച്ചറെ, പാട്ട് കേട്ട് നോക്കുകയായിരുന്നോ? എന്താ ഒരു ട്രാഫിക് ജാം? അല്ല, മാർഗതടസ്സം. അല്ല, സംഭവം കുട്ടികളെ പാട്ട് പഠിപ്പിക്കേ. എന്തോ? ഉവ്വല്ലോ. അതെ അതെ, അറിയാം. ആ, വാങ്ങിയോ പണിക്കരെ? വാങ്ങിച്ചു. ആ, നിങ്ങള് മുത്തശ്ശന്റെ പിറന്നാളിന് സമ്മാനം തന്നില്ലേ? പകരം മുത്തശ്ശന്റെ സമ്മാനം. ഇത് കവിതയ്ക്ക്, ഇത് കണ്ണന്, ഇത് മോന്, ഇത് ബാബുന്, മോന്, ഇത് ലേഖയ്ക്ക്, മോൾക്ക്, ഇത് ടീച്ചറെ. ടീച്ചറെ, ടീച്ചറെ വിളിക്കുന്നു. ആ, ഇത് ടീച്ചർക്കുള്ള. വാങ്ങിച്ചോ വാങ്ങിച്ചോ. ആ, ഇനി ഒരു കാര്യം. ഇന്നു മുതൽ ടീച്ചറെ നിങ്ങൾ ആന്റി എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഗുഡ്. ഇനി എല്ലാരും ആന്റിയുടെ കൂടെ പോയി കിടന്നുറങ്ങ. അങ്ങനെ ഇപ്പോഴാ ഇതൊരു വീടായത്. നല്ല ചിമിട്ടം ബംഗ്ലാവാണല്ലോ. ഈ ജാതി 3 or 4 ഉണ്ട്. നമ്മളെ മോള് ഭാഗ്യമുള്ളവളാ. അപ്പില്ലായിരുന്നു. വന്നാട്ടെ വന്നാട്ടെ. കുഞ്ഞെവിടെ? കുഞ്ഞോ? ഇതെന്റെ ഭാര്യ. അവിടെ മോടെ കാര്യം. ടീച്ചർ ടീച്ചർ വന്നപ്പോ മുതലേ മേലില്ല. പിള്ളേരെ പഠിപ്പിച്ചു. ചേട്ടനുണ്ടോ അകത്ത്? പറ. ആരാ അത്? ആ, ഞങ്ങളാ. അല്ല, ഇതാര്? വരണം വരണം, ഇരിക്ക. കാപ്പി കുടിച്ചോ? വരുന്ന വഴി കുടിച്ചു. എന്നാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടുന്നൂടെ കുടിക്കാം. മാധവി, കാപ്പി എടുക്ക. പണിക്കരെ, എന്തോ? ഉഷ ഒടുങ്ങി വരാൻ പറയൂ. കമലമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഇല്ല. നമ്മുടെ ടീച്ചറുടെ അച്ഛനും അമ്മയാ. നമ്മളാരാ? എന്റെ സഹോദരിയാ. വിരുന്ന് വന്നതായിരിക്കും. അല്ല, ഞാനും മോനും ചേട്ടന്റെ കൂടെ താമസം. അതൊരു നല്ല ഏർപ്പാടല്ലല്ലോ. കല്യാണം കഴിഞ്ഞ് ഇത്രയും പ്രായമായിട്ടും ഉടപ്പുറന്നവന്റെ കൂടെ താമസിക്കുന്നത് പോക്കണം കേടാ. അമ്മേ, മോളെ, നിങ്ങളിപ്പോ വന്നു? ഓ, അതേ ഉള്ളൂ. ഷോ, എന്റെ മോളെ, നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടി. ഒന്നും കഴിക്കുന്നില്ലയോ? ഉഷയാണ് ഇപ്പൊ അടുക്കളയുടെ മേൽനോട്ടം. അപ്പൊ പഠിപ്പേര് മതിയാക്കിയോ? രണ്ടും നടക്കുന്നു. മോള് നല്ല ഒന്നാന്തരം കറികൾ വെച്ചു വരുന്നുണ്ട്. ഷോ, ഈ തീയും പുകയൊക്കെ ഏൽക്കുന്നതുകൊണ്ടാ നീ ഇങ്ങനെ വാടിയിരിക്കുന്നത്. ഈ അമ്മയുടെ ഒരു വർത്താനം. ആ, നിങ്ങൾ കാപ്പുടി. മോളെ, നിനക്കിഷ്ടമുള്ള ഈന്തപ്പുഴ അരിമുറുക്കും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ദാ, എടുത്ത് കഴിക്കേ. ഇത് കുട്ടികൾക്ക് കൊടുക്കാം അമ്മേ. ആ, കാപ്പിയുടിയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞെന്ന് പറഞ്ഞാ ശരിക്കും അങ്ങോട്ട് കഴിഞ്ഞു. ഇവിടുത്തെ പലഹാരവും പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന ഈന്തപ്പഴവും അരിമുറുക്കും ഒക്കെ കഴിച്ചു. ഓ, നിന്റെ ഒരു ഈന്തപ്പഴം അരി വറുത്തതും ഒന്ന് നിർത്ത്. അപ്പൊ ഞങ്ങൾ വന്ന കാര്യം പറയണ്ടല്ലോ. അല്ല, അതിപ്പോ വന്ന നിലയ്ക്ക് പറഞ്ഞേക്കുന്നതല്ലേ ഭംഗി. അന്ന് വീട്ടിൽ വന്നപ്പോ ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ? എന്ത് കാര്യം? ഷോ, എന്റെ ഭഗവതി, അതങ്ങ് മറന്നോ? ഞങ്ങൾ ദുബായിലോട്ട് ചെറുക്കനെ കത്തയച്ചു കഴിഞ്ഞു. ഉഷയെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണെങ്കിൽ നീ ഇക്കരയ്ക്ക് വരണ്ട, അതിന് ഞങ്ങൾ വേറെ ആളെ നിശ്ചയിച്ചു കഴിഞ്ഞു എന്ന് എഴുതി അങ്ങ് അയച്ചു. ഓ, ഉഷയുടെ കല്യാണക്കാര്യം അത് ഞാൻ മറന്നിട്ടില്ല. നല്ല ഓർമ്മയുണ്ട്. അപ്പോ അത് നമുക്ക് എന്നത്തേക്ക് നടത്താം? എന്ന് വേണമെങ്കിലും നടത്താം, ഒരു തടസ്സവുമില്ല. ഭാഗീരഥിക്കൊരു അഭിപ്രായം. പെണ്ണുങ്ങൾക്കല്ലേ പെണ്ണുങ്ങളെ മനസ്സറിയാൻ പറ്റൂ. അതായത് ഇനി താമസിപ്പിക്കണ്ടെന്ന്. മറ്റൊന്നും കൊണ്ടല്ല, കൊച്ചു പെണ്ണല്ലേ,
മനസ്സ് മാറുന്നതിന് മുൻപേ അതങ്ങ് നടത്താം. പിന്നെ സാറും ഉഷയും തമ്മിൽ പ്രായത്തിന് അല്പം വ്യത്യാസമൊക്കെ ഉണ്ടല്ലോ. അത് സാരമില്ലെന്നേ, എന്തായാലും രണ്ടാം കെട്ടല്ലേ. അതുകൊണ്ട് ആരെങ്കിലും ഇടങ്കോലിടുന്നതിന് മുമ്പ് നമുക്ക് അതങ്ങ് നടത്തി കളയാം. നടന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പീലില്ലല്ലോ. അതാണ് അതിന്റെ കാര്യം. ആലോചിച്ചിട്ട് എന്ത് തോന്നുന്നു? ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണം. ഏയ്, ഒരു തെറ്റുമില്ല. ഉഷയോട് ഇതേക്കുറിച്ച് സംസാരിച്ചോ? ഇല്ല, ഇവിടെ സംസാരിച്ചു കഴിഞ്ഞിട്ടല്ലേ അവളോട് സംസാരിക്കാൻ പറ്റൂ. ശരി, ഉഷയോട് സംസാരിക്കും. നേരാ, കയ്യോടെ ജോലി അങ്ങ് തീർക്കാം. നിങ്ങൾ വാ. ശരിയാ. നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഈ കാര്യം എന്നോട് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? ആ, ഞങ്ങള് വളർത്തി പഠിപ്പിച്ചെടുത്ത ഞങ്ങളുടെ മാടെ കല്യാണക്കാരും പറയാൻ എന്തിനാണ് ഈ പേടിക്കുന്നത്? എടി, ഞങ്ങൾ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തു. ചിലപ്പോ നാളെ തന്നെ കല്യാണം നടത്തിയെന്നും വരും. ഇല്ല, അത് നടക്കില്ല. എനിക്ക് ജീവനുണ്ടെങ്കിൽ അത് നടക്കില്ല. നിനക്ക് ജീവനും ഉണ്ടാവും, നിങ്ങൾ തമ്മിലുള്ള വിവാഹവും നടക്കും. നീ കോടീശ്വരന്റെ ഭാര്യയായിട്ടൂടെ കഴിയുകയും ചെയ്യും. അത് കണ്ടിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകൂ. എടി, നീ 7 ജന്മം തപസ് ചെയ്താലും ഇതുപോലെ പണക്കാരനായ ഒരു ഭർത്താവിനെ നിനക്ക് കിട്ടുകൂടി. വയസ്സ് പോകാൻ പറ. വയസ്സ് കുന്തം. എടി, പൊന്നിനും പണത്തിനും വയസ്സുണ്ടോടി പൊട്ടി. വെറുതെ വർത്താനം പറഞ്ഞ് സമയം കളഞ്ഞ എന്തിനടി? ഞങ്ങൾ തീരുമാനിച്ച കല്യാണമാണെങ്കിൽ അത് നടന്നിരിക്കും. നീ വാടി. ഉഷയ്ക്ക് താല്പര്യക്കുറവാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അത് കാര്യമൊന്നുമില്ല. പെണ്ണായിട്ട് ജനിച്ചവളാണെങ്കിൽ തന്റെയും തള്ളെ ഏത് കല്യാണാലോചന കൊണ്ടുവന്നാലും ആദ്യം വേണ്ടെന്നേ പറയൂ. പിടിച്ച പിടിയാലെ നമുക്കിതങ്ങ് നടത്തണം സാറേ. ആന്റി എന്തിനാ കരയുന്നേ? എന്തുണ്ട് ആന്റി? നമുക്ക് അങ്കിളിനോട് പോയി പറയാം. കരയുന്നോ? കാര്യം ഞങ്ങൾക്ക് അറിയില്ല അങ്കിൾ. നിങ്ങൾ ചോദിച്ചില്ലേ? ചോദിച്ചിട്ട് പറയുന്നില്ല അങ്കിൾ. ഓഹോ, നിങ്ങൾ അവിടെ അങ്കിള് ചോദിച്ചിട്ട് വരാം. ഏതായാലും ഇന്ന് ഇത്രയും നേരമായില്ലേ, നാളെ രാവിലെ നമുക്ക് തീരുമാനിക്കാം. രാവിലെ രജിസ്റ്റർ പോയി കല്യാണം നമുക്ക് രജിസ്റ്റർ ചെയ്യണം. അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. അങ്ങനെ ആട്ടെ. നീ ഇനി പെണ്ണെ കണ്ട് ഇളക്കിയിട്ട് വർത്താനൊന്നും പറയാൻ പോണ്ട. നേരാ, രാത്രി ആലോചിക്കുമ്പോ ചിലപ്പോ മനസ്സ് മാറിയെന്ന് വരും. മാറാതെ എവിടെ പോകാനാ? നീ വാ. കൊള്ളാം. ഈ വണ്ടി എവിടം വരെ പോകുന്നു കാണട്ടെ. ഉഷേ, എന്താ ഇത്? കരയാതെ കാര്യം പറയൂ. എന്തുണ്ടായി? എന്റെ കല്യാണം നടത്താൻ പോകുന്നു. കല്യാണോ? ആര്? അച്ഛനും അമ്മയും വന്നിരിക്കുന്നത് അതിനു വേണ്ടിയാ. എന്നെ കല്യാണം കഴിച്ചോളാമെന്ന് ബാലേട്ടന്റെ അമ്മാവൻ അവർക്ക് വാക്ക് കൊടുത്തു. അമ്മാവനാ? ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. ഇല്ലെങ്കിൽ എന്റെ അച്ഛനും അമ്മ അത് പറയുമോ? ഇങ്ങനെ ഒരു കല്യാണത്തിന് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കില്ല. എന്താ ബാലൻ? ആ ടീച്ചർ മുറി കിടന്ന് കരയുന്നു. എന്നാര് പറഞ്ഞു? കുട്ടികൾ. കാര്യം അന്വേഷിച്ചോ? കല്യാണത്തിന് ഉഷയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കരയുന്നത്. അത് സാരമില്ല. സ്ത്രീകൾ കല്യാണത്തിന് മുമ്പ് കരയുന്നത് കല്യാണം കഴിഞ്ഞ് ചിരിക്കാൻ വേണ്ടിയാ. അമ്മാവൻ ഇപ്പൊ ഈ വിവാഹത്തിന്റെ ആവശ്യമുണ്ടോ? അത് ഞാനാ തീരുമാനിക്കേണ്ടത്. അല്ല, വയസ്സോടെ ആയില്ലേ അമ്മാവന്? എന്ന് എനിക്ക് തോന്നണ്ടേ? നിനക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ അവളുടെ അച്ഛനും അമ്മയ്ക്കും തോന്നണ്ടേ? അവർക്ക് സമ്മതം, എനിക്കും സമ്മതം. കല്യാണം നാളെ നടത്തും. അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാതെ കന്നുകാലികളെ പിടിച്ചു കൊടുക്കുന്ന പോലെ ഇത് നടത്താൻ ഒരുങ്ങുന്ന ന്യായമാണ് അമ്മാവ? അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നിനക്കറിയാമോ? അത് എനിക്കെങ്ങനെ അറിയാം? എന്നാ നീ നിന്റെ പാട് നോക്ക്. വേറെ വല്ലതും പറയാനുണ്ടോ?
ഉണ്ടെങ്കിൽ ധൈര്യമായി പറയൂ. വേറെ ഒന്നും പറയാനില്ലല്ലോ. രാവിലെ 10:30ക്കും 12നും ഇടയ്ക്കാണ് കല്യാണം. രാഹുകാലത്തൊന്ന് കെട്ടി നോക്കട്ടെ, എന്ത് വരുമെന്ന് നമുക്കൊന്നും അറിയാമല്ലോ. പിന്നെ നീ ഇവിടെ കാണണം. എടാ അനന്തരവനെ, നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അമ്മാവനറിയാം. ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു. ഞങ്ങൾ വിട്ടിട്ട് വേണ്ട പോകാൻ. എന്നെ ശല്യപ്പെടുത്താൻ പോകുന്നുണ്ടോ? ഞങ്ങൾ പോവില്ല. എനിക്ക് എന്റെ വീട്ടിൽ പോകണം. ഞങ്ങളും കൂടെ വരും. നിങ്ങൾ മടങ്ങി പോകുന്നുണ്ടോ? ഞങ്ങൾ പോവില്ല. തീർച്ചയാണോ? ഞങ്ങളുടെ മേത്ത് ചവിട്ടിയിട്ട് വേണേ ആന്റി പോയിക്കോ. ആര് പറഞ്ഞു നിങ്ങളോട് ഇവിടെ വരാൻ? ഞാൻ പറഞ്ഞേട്ടാ. എല്ലാരും എനിക്ക് ഉഷ എവിടെ പോകുന്നു? ഇനി കരച്ചിലല്ല, ധൈര്യമാണ് ആവശ്യം. ഉഷ വിളിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. നോക്കൂ, ഞാൻ വിളിക്കുന്നിടത്തേക്ക് എന്റെ കൂടെ വരാമോ? ഒന്ന് വിളിച്ചു നോക്കൂ. എങ്കിൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ ഇന്ന് തന്നെ ഇവിടുന്ന് പോകുന്നു. വിളിച്ചല്ല, നാളെ നിന്റെ കഴുത്തിൽ താലി കെട്ടാനിരിക്കുന്ന അമ്മ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട്. എന്താ പേടിയുണ്ടോ? ബാലേട്ടൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനു പേടിക്കണം? എങ്കിൽ വരൂ. ഈ പറക്കമുറ്റാത്ത 4 കുഞ്ഞുങ്ങളെയും കൊണ്ട് നിങ്ങൾ എങ്ങനെ കഴിയും?
ഞാൻ ജോലി ചെയ്തവരെ സംരക്ഷിക്കാം അമ്മാവ. പ്രസവിക്കാതെ തന്നെ ഈ കുട്ടികളുടെ അമ്മയായി തീരുന്നതിൽ ഉഷയ്ക്ക് ബുദ്ധിമുട്ടില്ലേ? ഇവരെന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴേ ഞാൻ ഇവരുടെ അമ്മയായി കഴിഞ്ഞു. അപ്പോ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതെ. ഞാൻ വിട്ടില്ലെങ്കിലോ? നിങ്ങൾ ഇത്ര വിഡ്ഢികളായി പോയല്ലോ മോളെ. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മാത്രമേ എന്നും നിന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ പണക്കാരനാണെന്ന് കണ്ടപ്പോ നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു കിറുക്ക് തോന്നി. നിങ്ങൾ ഒരിക്കൽ എന്നെ ഒന്ന് വിഡ്ഢിയാക്കി അതിന് പകരം വീട്ടാൻ ഒരു അവസരം കിട്ടിയപ്പോ ഞാനും അത് കളഞ്ഞില്ല. നിങ്ങൾ തമ്മിൽ സ്നേഹമാണെന്ന് പണ്ടേ എനിക്ക് മനസ്സിലായി. പക്ഷേ അത് തുറന്നു പറയാനുള്ള ചങ്കൂറ്റം ഇവൻ കാണിച്ചില്ല. ഈ കുഞ്ഞുങ്ങളെ വിചാരിച്ച അമ്മവ ഞാനിത് പറയാതിരുന്നത്. ജയേട്ടനുണ്ടായ അനുഭവം വീണ്ടും ഈ വീട്ടിൽ ആവർത്തിക്കരുതെന്ന് കരുതി. ഇനി ഒരിക്കലും അത് ആവർത്തിക്കില്ല മോനെ. സ്നേഹത്തിന്റെ വില എന്താണെന്ന് ഉഷ എന്നെ പഠിപ്പിച്ചു. സമരമ്മേ, ഇനി നമുക്കിതങ്ങ് ഉറപ്പിച്ചുകൂടെ? അത് നമ്മൾ പകലേ തീരുമാനിച്ചല്ലേ ഏട്ടാ. അയ്യപ്പൻ നായരെ, എന്റെ എല്ലാ സ്വത്തുക്കളുടെ അവകാശികൾ ബാലനും എന്റെ ഈ കൊച്ചുമക്കളും. ഉഷയെ ബാലന് വിവാഹം ചെയ്തു കൊടുക്കുന്നതിൽ അയ്യോ, ഞങ്ങൾക്ക് 100 വട്ടം സമ്മതമാന്നേ. നീ സമ്മതിച്ചില്ലെങ്കിലും ഇതിനെതിരായിട്ട് ദൈവത്തിന്റെ കോടതിയിൽ അപ്പീൽ പോയാലും തള്ളിപ്പോയേ ഉള്ളൂ. ഇവരിപ്പൊ തന്നെ 4 കുഞ്ഞുങ്ങളുടെ അച്ഛനും അമ്മയല്ലേ.